ഹായ് ഗൈസ്, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മളിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം. അപ്പോഴേക്കിൻ്റെ മാങ്ങയുടെ വെള്ളമൊക്കെ പതിയെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഇട്ട് കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം നമുക്കൊന്ന് മാറിക്കിട്ടണം. അത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് മുളക് പൊടി ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഉലുവയും കടുകും കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നമുക്ക് മാറിക്കിട്ടണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നമ്മുടെ മാങ്ങയിലോട്ട് നല്ലപോലെ പിടിക്കണം. അതിനായിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇവിടെ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.